നമസ്കാരം. അത്യന്തം ഭീതി ജനിപ്പിക്കുന്നതും വളരെ വിചിത്ര സ്വഭാവത്തോടു കൂടിയതുമായ ഒരു കോസ്മിക് ഒബ്ജക്റ്റാണ് ബ്ലാക്ക് ഹോൾ. ഈ ബ്ലാക്ക് ഹോളിൽ ഫിസിക്സിലെ എല്ലാ നിയമങ്ങളും ബ്രേക്ക് ഡൗൺ ആകും. ഇവയുടെ സാന്ദ്രത അനന്തമായിരിക്കും. പ്രകാശരശ്മികൾ പോലും അവിടെ നിന്ന് പുറത്തു വരില്ല. സൂര്യൻ്റെ 100 1000 മടങ്ങ് ഭാരമുള്ള ഒരു നക്ഷത്രം ഒരു പോയിന്റിലേക്ക് ചുരുങ്ങുന്ന കാര്യം നിങ്ങളൊന്ന് ചിന്തിക്കുക. ഇങ്ങനെ അതിഭീമമായ മാസ് ഒരു പോയിന്റിൽ കേന്ദ്രീകൃതമായ ആ വസ്തുവിനെ വിളിക്കുന്ന പേരാണ് ബ്ലാക്ക് ഹോൾ. ഒരു വസ്തുവിന് ഭൂമിയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതിന്, അതായത് ഭൂമിയുടെ ആകർഷണ വലയത്തിൽ നിന്ന് എന്നേക്കുമായി പുറത്തു പോകുന്നതിന് ഒരു മിനിമം വെലോസിറ്റി നൽകേണ്ടതായിട്ടുണ്ട്. ഈ മിനിമം വെലോസിറ്റി വിളിക്കുന്ന പേരാണ് എസ്കേപ്പ് വെലോസിറ്റി. ഭൂമിയുടെ എസ്കേപ്പ് വെലോസിറ്റി 11.2 km/s ആണ്. എന്ന് പറഞ്ഞാൽ 11.2 km/s അതിൽ കൂടുതലോ വേഗത ഒരു വസ്തുവിന് ലഭിക്കുകയാണെങ്കിൽ അത് ഒരിക്കലും ഭൂമിയിലേക്ക് തിരിച്ചു വരില്ലെന്നർത്ഥം. ബ്ലാക്ക് ഹോളുകളെ സംബന്ധിച്ചിടത്തോളം ലൈറ്റിൻ്റെ സ്പീഡിനേക്കാളും കൂടുതലായിരിക്കും എസ്കേപ്പ് വെലോസിറ്റി. അതായത് ലൈറ്റിന് പോലും ഈ ബ്ലാക്ക് ഹോളിൽ നിന്ന് പുറത്ത് കിടക്കാൻ പറ്റില്ല എന്നർത്ഥം. ഇനി എങ്ങനെയാണ് ബ്ലാക്ക് ഹോൾ ഉണ്ടാകുന്നത് നോക്കാം. കോസ്മിക് ഡസ്റ്റിൽ നിന്നാണ് നക്ഷത്രങ്ങൾ ജനിക്കുന്നത്. ഈ ഇൻ്റർസ്റ്റെല്ലാർ ഗ്യാസ് പാർട്ടിക്കിൾസ് ഒരുമിച്ച് ചേർന്ന് സെൽഫ് ഗ്രാവിറ്റി മൂലം ഉൾവലിഞ്ഞ് അതിൻ്റെ ഗ്രാവിറ്റേഷൻ എനർജി ഹീറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുമ്പോൾ അവിടെ ന്യൂക്ലിയർ ഫ്യൂഷൻ റിയാക്ഷൻ നടക്കുകയും ഹൈഡ്രജൻ പോലുള്ള വാതകങ്ങൾ കത്തി എനർജി പുറത്തേക്ക് വിടുകയും ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ പുറത്തേക്ക് വിടുന്ന റേഡിയേഷൻ എനർജി ഒരു ഔട്ട്വേർഡ് പ്രഷർ പ്രൊവൈഡ് ചെയ്യുന്നു. ഈ ഔട്ട്വേർഡ് പ്രഷറും ഇൻവേർഡ് ഗ്രാവിറ്റേഷണൽ പുള്ളും ബാലൻസിലാകുന്ന ഒരവസ്ഥ, അതിനെ വിളിക്കുന്ന പേര് ഹൈഡ്രോസ്റ്റാറ്റിക് ഇക്വിലിബ്രിയം എന്നാണ്. ഈ സമയത്താണ് സ്റ്റാർ കത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് 10,000 ലക്ഷക്കണക്കിന് വർഷങ്ങളോളം തുടരും. അവസാനം ഇതിനകത്തുള്ള എലമെൻറ്റുകളെല്ലാം ഫ്യൂഷൻ റിയാക്ഷന് വിധേയമാവുകയും ഫ്യൂവലെല്ലാം തീർന്ന് അവസാനം അയൺ എന്ന എലമെൻറ്റ് മാത്രം അവശേഷിക്കും. അയണിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഫർദർ ഫ്യൂഷൻ റിയാക്ഷൻ സാധ്യമല്ല. അങ്ങനെ ഫ്യൂഷൻ റിയാക്ഷൻ നിലയ്ക്കുമ്പോൾ ഔട്ട്വേർഡ് റേഡിയേഷൻ ഇല്ലാതാവുകയും ആ റേഡിയേഷൻ പ്രഷർ ഇല്ലാതായിരിക്കുകയും ഗ്രാവിറ്റി മാത്രം അവിടെ നിലനിൽക്കുകയും ചെയ്യും. ആ അവസ്ഥയിൽ മാസ് ഉള്ളിലേക്ക് ക്രഷ്ഡ് ആകുന്ന ഒരവസ്ഥ എത്തുന്നു. ഇങ്ങനെ ക്രഷ്ഡ് ആകുമ്പോൾ ഔട്ടർ ലെയർ പുറത്തേക്ക് ഒരു സ്ഫോടനത്തോടെ തെറിച്ചു പോകുന്നു. ഇതിന് വിളിക്കുന്ന പേരാണ് സൂപ്പർനോവ എക്സ്പ്ലോഷൻ. ഇങ്ങനെ സൂപ്പർനോവ എക്സ്പ്ലോഷൻ കഴിഞ്ഞാൽ ഇന്നർ കോർ വീണ്ടും ഗ്രാവിറ്റിയുടെ പ്രവർത്തന ഫലമായിട്ട് ക്രഷ് ചെയ്യപ്പെട്ട് അത് ഉള്ളിലൊരു പോയിന്റിൽ മാത്രം കേന്ദ്രീകൃതമാകുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നു. ഇതിനെയാണ് ബ്ലാക്ക് ഹോൾ എന്ന് വിളിക്കുന്നത്. സൂപ്പർനോവ എക്സ്പ്ലോഷൻ വഴിയാണ് ബ്ലാക്ക് ഹോൾ സാധാരണ രീതിയിൽ ഉണ്ടാകുന്നത്. ഇത്തരം ബ്ലാക്ക് ഹോളുകളെ സ്റ്റെല്ലാർ ബ്ലാക്ക് ഹോൾ എന്നാണ് വിളിക്കുന്നത്. സൂപ്പർനോവ എക്സ്പ്ലോഷൻ ഇല്ലാതെ തന്നെ നക്ഷത്രങ്ങൾ ബ്ലാക്ക് ഹോളായിട്ട് മാറാം. ഇനി മറ്റൊരു തരത്തിലുള്ള ബ്ലാക്ക് ഹോളുണ്ട്. അവയെ വിളിക്കുന്നത് സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോൾ എന്നാണ്. എല്ലാ ഗാലക്സികളുടെ നടുവിലും സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോളുണ്ട്. ഈ സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോൾ എന്ന് പറയുന്നത് സൂര്യൻ്റെ മാസിൻ്റെക്കാൾ ബില്യൺസ് ടൈംസ് മാസുള്ള ബ്ലാക്ക് ഹോളുകളായിരിക്കും. നമ്മുടെ ഗാലക്സിയായ മിൽക്കി വേയുടെ നടുവിലും അത്തരത്തിലുള്ളൊരു ബ്ലാക്ക് ഹോളുണ്ട്. ആ ബ്ലാക്ക് ഹോളിൻ്റെ പേര് സജിറ്റാറിസ് എ സ്റ്റാർ എന്നാണ്. ഇത്തരത്തിലുള്ള ഈ സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോളിന് ചുറ്റുമായിട്ടാണ് ഗാലക്സിയിലെ എല്ലാ നക്ഷത്രങ്ങളും കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. മിൽക്കി വേ ഗാലക്സിയിലെ സജിറ്റാറിസ് എ സ്റ്റാർ എന്ന സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോൾ ഏകദേശം 26,000 ലൈറ്റ് ഇയറിന് അപ്പുറത്താണ്. അപ്പോൾ വളരെ 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 ദൂരെയാണ് ഇത് നിലകൊള്ളുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതുകൊണ്ട് സോളാർ സിസ്റ്റത്തിന് ഒരു ഭീഷണിയും ഉണ്ടാക്കാൻ പോകുന്നില്ല. നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു സംശയം തോന്നാം, നമ്മുടെ സൂര്യൻ ഒരു ബ്ലാക്ക് ഹോൾ ആകുമോ? അങ്ങനെ ആയാൽ എന്ത് സംഭവിക്കും? സൂര്യൻ ബ്ലാക്ക് ഹോൾ ആകില്ല എന്നുള്ളതാണ് സത്യം. കാരണം ഒരു നക്ഷത്രം ബ്ലാക്ക് ഹോൾ ആകുന്നതിന് ഒരു മിനിമം മാസ് ആവശ്യമുണ്ട്. അത് സൂര്യൻ്റെ മാസിനേക്കാളും
കുറെ കൂടെ ഉയർന്ന മാസമുള്ള നക്ഷത്രങ്ങൾ മാത്രമേ ബ്ലാക്ക് ഹോൾ ആവൂ. അക്കാരണത്താൽ തന്നെ സൂര്യൻ ബ്ലാക്ക് ഹോൾ ആയില്ല. ഇനി അഥവാ അത് ബ്ലാക്ക് ഹോൾ ആയെന്നിരിക്കട്ടെ, അങ്ങനെ ആയാലും അതിനു ചുറ്റും കിടക്കുന്ന പ്ലാനറ്റുകളുടെ ഓർബിറ്റൽ മോഷനെ ഇതൊരു കാരണവശാലും സ്വാധീനിക്കില്ല. ഇപ്പോൾ എങ്ങനെയാണോ എല്ലാ പ്ലാനറ്റ്സും തിരിയുന്നത് അതേ രീതിയിൽ തന്നെ തിരിഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ ബ്ലാക്ക് ഹോൾ ആകുന്നതോടുകൂടി, ബ്ലാക്ക് ഹോൾ ആകുന്നത് റേഡിയേഷൻ അവസാനിക്കുമ്പോഴാണല്ലോ, അതായത് തെർമോന്യൂക്ലിയർ ഫ്യൂഷൻ അവസാനിക്കുമ്പോഴാണ് ബ്ലാക്ക് ഹോൾ ആകുന്നത്. അപ്പോൾ അക്കാരണത്താൽ ഇവിടെ നമുക്ക് ചൂടോ വെളിച്ചമോ ഇല്ലാതിരിക്കുകയും തണുത്തുറഞ്ഞ് എല്ലാ ജീവജാലങ്ങളും ഇല്ലാതായി തീരുകയും ചെയ്യും. ബ്ലാക്ക് ഹോളിൻ്റെ കേന്ദ്രീകൃത ഭാഗം ഇതിനെ വിളിക്കുന്ന പേരാണ് സിംഗുലാരിറ്റി. ആ ഒരൊറ്റ പോയിൻ്റ് അവിടെ എല്ലാ മാസും കേന്ദ്രീകരിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അവിടെ ഡെൻസിറ്റി അനന്തമായിരിക്കും. ഇവൻ ഹൊറൈസൺ എന്ന് പറയുന്നത് ബ്ലാക്ക് ഹോളിൻ്റെ ഒരു ബൗണ്ടറിയാണ്. ഈ ബൗണ്ടറിക്കുള്ളിലാണ് എസ്കേപ്പ് വെലോസിറ്റി ലൈറ്റിൻ്റെ സ്പീഡിനേക്കാൾ കൂടുതലായിട്ടുള്ളത്. ഇതിനുള്ളിൽ എന്ത് കടന്നാലും അതിനൊരിക്കലും പുറത്തേക്ക് പോകാൻ കഴിയില്ല. ഇവൻ ഹൊറൈസൺ എന്ന് പറയുന്ന ബൗണ്ടറിക്ക് ഉള്ളിലേക്ക് മാത്രമേ കടക്കാൻ കഴിയൂ, പുറത്തേക്ക് പോകാൻ കഴിയില്ല. ഒൺലി ചെക്ക് ഇൻ, നോ ചെക്ക് ഔട്ട് ഈസ് പെർമിറ്റഡ്. ഒരു ആസ്ട്രോനോട്ട് ഒരു ബ്ലാക്ക് ഹോളിന് അടുത്തേക്ക് ചെല്ലുന്നു എന്ന് കരുതുക. ഈ ബ്ലാക്ക് ഹോളിൻ്റെ ഇവൻ ഹൊറൈസണിനുള്ളിലേക്ക് ആസ്ട്രോണോട്ട് എത്തിക്കഴിഞ്ഞാൽ ആ ആസ്ട്രോനോട്ട് സ്പഗട്ടിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സിന് വിധേയമാകും. നമ്മൾ ചപ്പാത്തി മാവ് കുഴച്ചതിന് ശേഷം അതിനെ പിടിച്ച് വലിക്കുക, അപ്പോൾ അത് നീണ്ടു വരും. പക്ഷേ ലാറ്ററലി അതെന്ത് ചെയ്യപ്പെടും? കംപ്രസ് ചെയ്യപ്പെടും. ലാറ്ററൽ കംപ്രഷനാണ്, ലോഞ്ചിറ്റ്യൂഡൽ എലോങ്ങേഷനാണ്. ഇതിനെ വിളിക്കുന്ന പേരാണ് സ്പഗട്ടിഫിക്കേഷൻ. സ്റ്റീഫൻ ഹോക്കിംഗ് ആണ് ഈ ഒരു പേര് നൽകിയത്. നമ്മളിതിനുള്ളിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ കാൽപാദത്തിൽ ആക്ട് ചെയ്യുന്ന ഗ്രാവിറ്റിയുടെ അളവ് വളരെ കൂടുതലും തലഭാഗത്ത് ഉള്ള ഗ്രാവിറ്റിയുടെ അളവ് കുറവുമായിരിക്കും. അപ്പോൾ കാല് വളരെ കൂടുതൽ വലിച്ചു നീട്ടപ്പെടുന്നു തലയേക്കാളും. ഇതായിരിക്കും ഒരു ആസ്ട്രോനോട്ട് ബ്ലാക്ക് ഹോളിൽ വീണാൽ സംഭവിക്കുക. അങ്ങനെ വീഴുന്നതോടുകൂടി എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് തിയററ്റിക്കലി മാത്രമേ നമുക്ക് പറയാൻ കഴിയൂ. ആർക്കും അത് കാണാനോ അല്ലെങ്കിൽ അനുഭവിക്കാനോ സാധ്യമല്ല. മരണം എന്തായാലും ഉറപ്പാണ്. അടുത്ത ഭാഗം അക്രീഷൻ ഡിസ്ക്കാണ്. ഈ ബ്ലാക്ക് ഹോൾ അതിന് ചുറ്റുമുള്ള ദ്രവ്യങ്ങളെ വലിച്ചെടുക്കുന്നു. അത് ഇൻ്റർസ്റ്റെല്ലാർ ഡസ്റ്റ് ആകാം, പ്ലാനറ്റുകളാകാം, മറ്റ് സ്റ്റാറുകളാകാം. ഇങ്ങനെ വലിച്ചെടുക്കുന്ന ഈ ദ്രവ്യം ഇതിന് ചുറ്റും ഒരു പ്രകാശിക്കുന്ന ഡിസ്ക് ഉണ്ടാക്കുന്നു. ഈ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് അക്രീഷൻ. ഇങ്ങനെ പ്രകാശിക്കുന്ന ഡിസ്കിനെ വിളിക്കുന്ന പേരാണ് അക്രീഷൻ ഡിസ്ക്. ക്രമേണ ഈ ദ്രവ്യങ്ങളെല്ലാം ഇവൻ ഹൊറൈസണിനുള്ളിലേക്ക് അകപ്പെട്ട് ഈ ബ്ലാക്ക് ഹോൾ അതിനെ തിന്നു തീർക്കുന്നു. അങ്ങനെ ബ്ലാക്ക് ഹോൾ വലുതാകുന്നു. അക്രീഷൻ ഡിസ്ക് വളരെ നന്നായി പ്രകാശിക്കുന്ന ഒന്നാണ്. അപ്പോൾ ഈ പ്രകാശത്തെ നമുക്ക് പുറത്തേക്ക് കാണാൻ കഴിയും. ഇതിനുള്ളിലുള്ള ബ്ലാക്ക് ഹോളിനെ നമുക്ക് കാണാൻ കഴിയില്ല. ഈ ബ്ലാക്ക് ഹോളിൻ്റെ സാന്നിധ്യം മൂലം അവിടുത്തെ സ്പേസ് ടൈം ഫാബ്രിക് വളരെയധികം കർവ്ഡ് ആയിരിക്കും. ഈ കർവ്ഡ് സ്പേസ് ടൈം ഫാബ്രിക്കിലൂടെ ലൈറ്റ് സഞ്ചരിക്കുന്നത് കർവ്ഡായിട്ടായിരിക്കും. ഇതിനാണ് ഗ്രാവിറ്റേഷണൽ ലെൻസിങ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇൻ്റർസ്റ്റെല്ലാർ എന്ന് പറയുന്ന സിനിമയിൽ ബ്ലാക്ക് ഹോളിൻ്റെ പിക്ചർ കണ്ടിട്ടുണ്ടായിരിക്കും. മുകളിലൊരു ഹമ്പ്, താഴെ ഒരു ഹമ്പ്, ഒരു സർക്കുലർ ഡിസ്ക്. ഇങ്ങനെ ഉണ്ടാകുന്നതിന് കാരണം, അതായത് മുകളിലും താഴെയുള്ള ഈ ഹമ്പിന് കാരണം സ്പേസ് ടൈം കർവേച്ചർ കൊണ്ടാണ്. കാരണം ലൈറ്റ് സഞ്ചരിക്കുന്നത് ആ കർവ്ഡ് സർഫസിലൂടെ ആയിരിക്കും. ഇതാണ് ആ ഹമ്പായിട്ട് നമ്മൾ കാണുന്നത്. പാർട്ടിക്കിൾ ജെറ്റ്. അക്രീഷൻ ഡിസ്കിൻ്റെ ഇരുവശങ്ങളിൽ നിന്നും മെറ്റീരിയൽസ് കത്തി വളരെ ശക്തിയായിട്ട് ജെറ്റ് പോലെ പുറത്തേക്ക് തെറിക്കുന്നു. ഇങ്ങനെ തെറിക്കുന്ന ഈ ജെറ്റിന് ലൈറ്റ് ഇയേഴ്സ് നീളം ഉണ്ടായിരിക്കും. അവയുടെ സ്പീഡാകട്ടെ ലൈറ്റിൻ്റെ സ്പീഡിനോട് അടുത്ത സ്പീഡുള്ളതുമായിരിക്കും. അതിൻ്റെ ചിത്രമാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഞാനിതുവരെ സംസാരിച്ചത് എന്താണ് ബ്ലാക്ക് ഹോൾ, എങ്ങനെയാണ് ബ്ലാക്ക് ഹോളുകൾ ഉണ്ടാകുന്നത്, അവയുടെ കോമ്പോസിഷൻ എന്താണ്, ഇത്തരം കാര്യങ്ങളെക്കുറിച്ചാണ്. ബ്ലാക്ക് ഹോൾ കാണാൻ കഴിയുന്ന ഒന്നല്ല എന്ന് ഞാൻ പറഞ്ഞു.
അപ്പോൾ സ്വാഭാവികമായൊരു സംശയം തോന്നാം, എങ്ങനെയാണ് ബ്ലാക്ക് ഹോളുകളെ കണ്ടെത്തുന്നത്? അങ്ങനെ കണ്ടെത്തിയില്ലെങ്കിൽ നമുക്കൊരിക്കലും തെളിയിക്കാൻ കഴിയില്ല ബ്ലാക്ക് ഹോൾ ഉണ്ടെന്നുള്ളത്. പക്ഷേ ബ്ലാക്ക് ഹോൾ ഉണ്ടെന്നുള്ളത് തെളിയിച്ചിട്ടുണ്ട്. ഇൻഡയറക്റ്റ് മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. ആ മെത്തേഡുകളെ കുറിച്ചുകൊണ്ട് ഞാനിവിടെ സംസാരിക്കുകയാണെങ്കിൽ എൻ്റെ ഈ വീഡിയോ വളരെ ദൈർഘ്യമുള്ളതായി പോകും. അക്കാരണത്താൽ ഞാൻ ആ കാര്യം മറ്റൊരു വീഡിയോയിൽ സംസാരിക്കാം. നന്ദി, നമസ്കാരം.